കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം 2 ആണ്ട് പിന്നിടുമ്പോൾ പൊതുദർശനത്തെ ചൊല്ലിയുള്ള വിവാദവും ചൂടുപിടിക്കുകയാണ്. പതിറ്റാണ്ടുകൾ കോടിയേരിയുടെ കർമ്മമണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് AKS സെന്ററിൽ ഉൾപ്പെടെ പൊതുദർശനമുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് കുടുംബസമേതം യൂറോപ്പിലേക്ക് പോകാൻ പൊതുദർശനം കണ്ണൂരിൽ മാത്രമായി ഒതുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ജന്മം കൊണ്ട് കണ്ണൂരുകാരൻ, പക്ഷേ SFI കാലം മുതൽ തിരുവനന്തപുരം കോടിയേരിയുടെ കർമ്മഭൂമിയായിരുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുമണ്ഡലത്തിലും വലിയ സുഹൃത്ത് വലയം. അങ്ങനെയുള്ള കോടിയേരിയുടെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ഒരുപോലെ വിശ്വസിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഒരിടവേളയ്ക്ക് ശേഷം PV അൻവർ MLA ആണ് CPM കോടിയേരിക്ക് അർഹിക്കുന്ന ആദരവ് നൽകിയില്ലെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ആർക്കും അത് കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി. പിറ്റേ ദിവസം ശവഹദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ച സംഗതിയാണ്. ഒക്ടോബർ 1 ചെന്നൈയിൽ അപ്പോളോ ആശുപത്രിയിൽ അന്തരിച്ച കോടിയേരിയുടെ ഭൗതികദേഹം 2-ാം തീയതിയാണ് എയർ ആംബുലൻസിൽ കണ്ണൂരിൽ എത്തിച്ചത്. വീട്ടിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തലശ്ശേരി ടൗൺ ഹാളിലും പൊതുദർശനം. ശേഷം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. ആയിരങ്ങളാണ് എല്ലായിടത്തും പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിയത്. പയ്യാമ്പലത്തെ അനുസ്മരണ യോഗത്തിനു ശേഷം കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നുതന്നെ കുടുംബസമേതം വിദേശത്തേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര മുടങ്ങാതിരിക്കാൻ കോടിയേരിയുടെ പൊതുദർശനം കണ്ണൂരിൽ മാത്രമായി ഒതുക്കുകയായിരുന്നുവെന്നാണ് ആരോപണമുയർന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് ഇതിൽ നീരസമുണ്ടെന്നും വാർത്തകളുണ്ടായിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുദർശനം ക്രമീകരിച്ചതെന്ന് പറഞ്ഞാണ് പാർട്ടി നേതൃത്വം അതിനെ പ്രതിരോധിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ. 24 മണിക്കൂറിന് ശേഷം ഡെഡ് ബോഡി സംസ്കരിക്കുക എന്നുള്ളത് വൈദ്യ ഉപദേശപ്രകാരം സാധ്യമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 1-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് കോടിയേരിയെ 2-ാം തീയതി തലശ്ശേരി ടൗൺ ഹാളിലും 3-ാം തീയതി കണ്ണൂർ DC ഓഫീസിലും പൊതു ദർശനത്തിന് വെച്ച് അന്ന് വൈകുന്നേരം പയ്യാമ്പലത്ത് സംസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ പരിമിതി ബോധ്യപ്പെടുത്തിയതാണ്. പാർട്ടി നേതൃത്വം എത്രയൊക്കെ വിശദീകരിച്ചിട്ടും കോടിയേരിയോട് പാർട്ടി നീതി കാട്ടിയില്ലെന്ന് വിശ്വസിക്കുന്നവർ അനവധിയുണ്ട്. CPM-ൽ പാർട്ടി നൽകിയതിലും എത്രയോ വലിയ യാത്രയയപ്പ് കോടിയേരി അർഹിച്ചിരുന്നു എന്നതും വസ്തുത. ന്യൂസ് 18 തിരുവനന്തപുരം. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് മുഖ്യമന്ത്രി. തലശ്ശേരി മൂളിയിൽ നടയിലെ കോടിയേരിയുടെ വീട്ടിലാണ് പ്രതിമ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ശില്പി മനോജ് കുമാറാണ് പ്രതിമ നിർമ്മിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സ്പീക്കർ AN ഷംസീർ, എഴുത്തുകാരൻ T പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനാച്ഛാദനത്തിന് ശേഷം CPM നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന കോടിയേരി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള നേതാവാണെന്ന് മുഖ്യമന്ത്രി. അസാമാന്യമായ നേതൃപാഠവും സംഘടനാശേഷിയും നയതന്ത്രജ്ഞതയും അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ ഉന്നതമായ ഇടം നേടിക്കൊടുത്തുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ചിലർ പാർട്ടിയെ വെല്ലുവിളിച്ചു നടക്കുമ്പോൾ കോടിയേരി ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നതായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് ജയരാജന്റെ പരാമർശം. കോടിയേരി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന അനേകം സന്ദർഭങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ച് ചിലർ നടക്കുന്നുണ്ടല്ലോ. അത്തരം വെല്ലുവിളികളെ ശരിയായി നേരിടാൻ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തോടെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഉണ്ടായ പാളിച്ചയെ ശരിയായ വിധത്തിൽ വിലയിരുത്താൻ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നേതാവായിരുന്നു സഖാവ് കോടിയേരി.